ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. തട്ടുകടയിൽ പോയി ഇഡ്ഡലി ദോശ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കിട്ടുന്ന റെഡ് കളർ ചട്നി ഇല്ലേ, അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ റെസിപ്പി. തട്ടുകടയിൽ നിന്ന് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ടേസ്റ്റ് വീട്ടിൽ നിന്ന് എത്ര ഉണ്ടാക്കിയാലും കിട്ടില്ല. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ചുവന്ന ചട്നി നമുക്ക് ഉണ്ടാക്കിയാലോ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ചട്നി ആദ്യം വേണ്ടത്, ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുന്ന സമയത്ത് 2 പിരിയമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിരിയമുളക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളകാണെങ്കിലും 2 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇനി മുളക് മൂത്ത് വരുമ്പോൾ അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സി ജാറിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ, ഫ്രഷായ തേങ്ങ ഇട്ട് കൊടുക്കണം. ഫ്രഷ് തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കണം. 4-5 കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പുളി, അതേപോലെ തന്നെ ഒരു കഷ്ണം പുളി, ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. നന്നായി അരച്ചെടുക്കണം. ചേർക്കുന്ന സാധനങ്ങളെല്ലാം ഫ്രഷായിട്ട് തന്നെ എടുക്കണം. ഇഞ്ചി, കറിവേപ്പില എല്ലാം ഫ്രഷ് സാധനം എടുക്കണം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി, ഇനി ഇതിൻ്റെ വറവിലാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മിക്സി ജാർ കഴുകി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടാകുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരുമ്പം ഒരു 10 ചെറിയ ഉള്ളി, ഇത് കുറച്ച് ചെറിയ ഉള്ളി ആയതുകൊണ്ട് 10 എടുത്തിന്, വലുതാണെങ്കിൽ 5 എടുത്താൽ മതി. ഇനി അത് എണ്ണയിലേക്കിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. സവാള മൂത്ത് വരുമ്പം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പിരിയമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റും മണവും ഉണ്ടാവും, കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും കറി. ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ചമ്മന്തി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തട്ടുകടയിലെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടത് ഫ്രഷ് സാധനങ്ങൾ കൃത്യമായി ചേർത്ത് കൊടുക്കണം. ഇനി മിക്സി ജാറിലേക്ക് 1 കപ്പ് ഉണക്കലരി കുതിർത്ത് വെച്ചത് കഴുകി ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങയും ഉപ്പും ചേർത്ത് നൈസായിട്ട് അരച്ചെടുക്കണം. അരച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി ഒരു ദോശത്തവ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ച് അടച്ച് വെച്ചാൽ നമ്മുടെ നേരിയ ദോശ, ഉണക്കലരി ദോശ റെഡിയായി. 3 സാധനങ്ങൾ മതി ഈ ദോശ ചുട്ടെടുക്കാൻ. ടേസ്റ്റാണെങ്കിൽ ഒന്നും പറയണ്ട. ഈ ദോശ ഉണ്ടാക്കി ആ ചട്നിയും കൂട്ടി കഴിച്ചാൽ പിന്നെ എന്നും ഇതുപോലെ ഉണ്ടാക്കൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. സാധനങ്ങൾ കുറച്ച് മതി. വലിയ ചിലവില്ലാതെ ദോശയും ചമ്മന്തിയും. ബ്രേക്ക്ഫാസ്റ്റിന് എന്നും ഇതാ തന്നെ നമ്മൾ ഉണ്ടാക്കും. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടില്ലേ, എളുപ്പത്തിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാതെ പെട്ടെന്ന് നേരിയതായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. നല്ല രുചിയുള്ള ദോശയാണ് ചമ്മന്തിയും. തട്ടുകടയിലുള്ള ഈ ചമ്മന്തി കിട്ടാൻ എല്ലാ സാധനങ്ങളും ഫ്രഷായിട്ട് തന്നെ ഇതേ അളവിൽ തന്നെ എടുത്ത് ഉണ്ടാക്കിയാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.